ഇന്നത്തെ വീഡിയോ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചാണ്. സമുദ്രത്തിൽ ഏറ്റവും ദുരൂഹവും കുപ്രസിദ്ധവുമായ ഭാഗം എന്തെന്ന് ചോദിച്ചാൽ അത് ബർമുഡ ട്രയാങ്കിൾ എന്നായിരിക്കും ഉത്തരം. അത്രയേറെ ദുരൂഹതകൾ ഈ പ്രദേശം സംബന്ധിച്ച് പ്രചാരത്തിലുണ്ട്. ചെഗുത്താന്റെ ട്രയാങ്കിൾ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ബർമുഡ ട്രയാങ്കിളിൽ 1000-ലേറെ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 20ഓളം വിമാനങ്ങളും 50-ലേറെ കപ്പലുകളും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായി. ഫ്ലോറിഡയ്ക്കും പ്യൂട്ടോറിക്കയും ബർമുഡ ദ്വീപുകളും ഇടയ്ക്കുള്ള 7 ലക്ഷം കിലോമീറ്റർ വരുന്ന ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോഴും പ്രതിവർഷം ശരാശരി 5 വിമാനങ്ങൾ ഈ പ്രദേശത്ത് വെച്ച് കാണാതാവുന്നുണ്ട്. അമേരിക്കൻ കോസ്റ്റ് ഗാർഡിന്റെ കണക്കുകൾ പ്രകാരം ബർമുഡ ട്രയാങ്കിളിൽ കാണാതാകുന്ന വിമാനങ്ങളുടെ ശരാശരി എടുത്താൽ ലോകത്തെ മറ്റേതൊരു ഭാഗത്തിനും തുല്യമാണത്. ഭൂമധ്യരേഖയോട് ചേർന്നു കിടക്കുന്ന അമേരിക്കയോട് ചേർന്നുള്ള സമുദ്ര ഭാഗമാണിത്. ഇവിടെ സ്വാഭാവികമായും ലോകത്തെ മറ്റു പ്രദേശങ്ങളെക്കാൾ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും എണ്ണം കൂടുതലാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലാണ് ബർമുഡ ട്രയാങ്കിൾ ദുരൂഹതയുടെ കേന്ദ്രമായി മാറുന്നത്. 1918-ൽ USS സൈക്ലോപ്സ് എന്ന അമേരിക്കൻ ചരക്ക് കപ്പൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായി. 1-ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് 309 മനുഷ്യരും വൻതോതിൽ ചരക്കുകളും കപ്പലിനൊപ്പം അപ്രത്യക്ഷമായി. ലോകത്തെ ഞെട്ടിച്ച ഈ കപ്പൽ ദുരന്തത്തെ തുടർന്ന് വലിയ തോതിൽ തിരച്ചിൽ നടന്നെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. 1941-ൽ സൈക്ലോപ്സിന്റെ 2 കപ്പലുകൾ കൂടി ഇതേ പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമായി. 1945 ഡിസംബർ 5-ന് ഫ്ലോറിഡയിൽ നിന്നും പറന്നുയർന്ന ഫ്ലൈറ്റ് 19-ലെ 5 TBM അവെഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ പിന്നീട് ബർമുഡ ട്രയാങ്കിളിൽ നിന്നും മടങ്ങിയില്ല. 27 മനുഷ്യജീവനുകളാണ് ഈ ദുരന്തത്തിൽ പൊലിഞ്ഞത്. ഈ വിമാനങ്ങളെ തിരഞ്ഞുപോയ 13 പേരടങ്ങിയ മറ്റൊരു വിമാനം കൂടി ഇവിടെ നിന്ന് അപ്രത്യക്ഷമായതോടെ ബർമുഡ ട്രയാങ്കിളിൽ കൂടുതൽ ദുരൂഹമായി. ഇതുവരെ ഈ ദുരന്തങ്ങളിൽ പൊലിഞ്ഞ ഒരാളുടെ മൃതദേഹം പോലും കണ്ടെത്താനായിട്ടില്ലെന്നതും ദുരൂഹതകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകളെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങളും വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വമ്പൻ മീഥേൻ കുമിളകൾ മുതൽ പ്രത്യേകതരം മേഘങ്ങളും അന്യഗ്രഹ ജീവികളും വരെ ബർമുഡ ട്രയാങ്കിളിന്റെ പേരിൽ പഴികേട്ടിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനായ ക്രൂസെൽനിക്കി മീഥേൻ കുമിളകൾ കെട്ടുകഥയില്ലെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ കപ്പലുകളെ വിഴുങ്ങാനും പറക്കുന്ന വിമാനങ്ങളെ വലിച്ചെടുക്കാനും മാത്രമുള്ള ശേഷി ഈ മീഥേൻ കുമിളകൾക്കില്ലെന്നാണ് ഇദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഷഡ്ഭുജാകൃതിയിലുള്ള മേഘങ്ങൾ മൂലമുണ്ടാകുന്ന വായു ബോംബുകളാണ് വിമാനങ്ങളുടെയും കപ്പലുകളുടെയും അന്തകനാകുന്നതെന്ന വാദവും ഉയർന്നു വരുന്നുണ്ട്. 32 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാസത്തിൽ ഈ പ്രദേശത്ത് ഷഡ്ഭുജാകൃതിയിൽ മേഘങ്ങൾ രൂപപ്പെടുന്നുവെന്നത് വസ്തുത തന്നെയാണ്. എന്നാൽ മണിക്കൂറിൽ 273 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കൊടുങ്കാറ്റുകൾക്ക് ഈ മേഘങ്ങൾ കാരണമാകുന്നുവെന്ന വാദം പിന്നീട് ശാസ്ത്രലോകം തന്നെ തള്ളിക്കളയുകയുണ്ടായി. US നാവികസേനയുടെ ഒരു രഹസ്യ കേന്ദ്രം ഈ പ്രദേശത്തുണ്ടെന്നും ഇവിടെ നടക്കുന്ന പലതരം ആയുധ പരീക്ഷണങ്ങളാണ് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും തിരോധാനത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ എത്തിച്ച കറുത്ത വർഗ്ഗക്കാരിൽ യാത്രക്കിടെ മരിച്ച നിരവധി പേരെ ഇവിടെ കടലിൽ തള്ളിയിട്ടുണ്ട്. ഇവരുടെ പ്രേതബാധയാണ് ബർമുഡ ട്രയാങ്കിളിനെ ചെഗുത്താൻ ട്രയാങ്കിളാക്കി മാറ്റിയതെന്ന് കരുതുന്നവരും കുറവല്ല. ഇത്തരം കെട്ടുകഥകളും പാതി സത്യങ്ങളും പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഡോക്ടർ ക്രൂസെൽനിക്കി. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.